അതേപോലെ തന്നെ നാലാമത്തത് ഡ്രീമാണ്. ഈ ഡ്രീം ശരിക്കും ഫോക്കസുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് ഈ എക്സാമിനേഷന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഡിസ്ട്രാക്ഷൻസിനെ കുറിച്ച് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞു അല്ലേ. ആ ഡിസ്ട്രാക്ഷനെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു NIT അഡ്മിഷൻ എടുക്കാം. എന്നാൽ IITസിലും IISTസിലും PSUസിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രീം ആയിട്ടുള്ള എഫേർട്ട് തന്നെ എടുത്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഗേറ്റ് പോലുള്ള എക്സാം 6 മുതൽ ഒരു 9 മാസം വരെ അല്ലെങ്കിൽ 12 മാസം വരെയെങ്കിലും പ്രിപ്പറേഷൻ വേണ്ട ഒരു എക്സാമിനേഷൻ ആണ് ഗേറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസുകൾ, അതായത് ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ എടുക്കാൻ പാടുള്ളൂ. ഒരു 2 വീക്സ് ആണ് ഓരോ ടോപ്പിക്കും കവർ ചെയ്യാൻ നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ. അത്രേ സമയമുള്ളൂ കേട്ടോ. കുറച്ചുകൂടി നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ ഫെബ്രുവരിയിലെ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സമയമൊക്കെ ഉണ്ടാവുമായിരുന്നു. 3 വീക്കും 4 വീക്കൊക്കെ നമുക്ക് എടുക്കായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി 1 ഇയർ റോഡ് മാപ്പ് ഒക്കെ ഈ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗേറ്റ് എക്സാമിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി നമുക്ക് മുന്നിലുള്ളത് 8 മാസങ്ങളാണ് അല്ലേ. അതായത് മെയ് മാസത്തിലുള്ള ദിവസങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മെയ് 8-ാം തീയതിയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ എത്തുന്ന സമയത്ത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നുണ്ടാവുക. സോ നമ്മൾ ഈ ഒരു മെയ് മാസം ഡേറ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ള 8 മാസങ്ങൾ ജൂൺ 1 മുതലുള്ള 8 മാസങ്ങൾ കണക്കാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. സോ 8 മാസങ്ങൾ എന്ന് പറയുന്നത് ഗേറ്റ് പോലൊരു എക്സാമിന് തീർച്ചയായിട്ടും അത്രയും സമയം ആവശ്യമുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഒരു നോർമൽ PSC എക്സാം ഒക്കെ ആണെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ 5 മാസം കൊണ്ടൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം. എന്നാൽ ഗേറ്റ് പോലുള്ള എക്സാം 6 മുതൽ ഒരു 9 മാസം വരെ അല്ലെങ്കിൽ 12 മാസം വരെയെങ്കിലും പ്രിപ്പറേഷൻ വേണ്ട ഒരു എക്സാമിനേഷൻ ആണ് ഗേറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസുകൾ, അതായത് ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. കുറച്ചൊക്കെ അതിൽ നന്നായിട്ട് ചിന്തിച്ച് ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ ഫാസ്റ്റായിട്ട് ചെയ്ത് കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് ഗേറ്റ് എക്സാമിനേഷൻ. സോ അതിന് മിനിമം എന്താണ്, നമുക്കൊരു 8 മന്തെങ്കിലും വേണം എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണുള്ളത്. സോ എൻട്രിയുടെ ഒരു സ്പെഷ്യൽ ഗേറ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മെയ് 21-ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ജൂൺ 1-ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗേറ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഗേറ്റ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഗേറ്റ് ബാച്ചിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഈ അടുത്ത 8 മന്ത്സിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 8 മന്ത് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷനും ഉണ്ട്, അതേപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ, ഐഡിയൽ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ 8 മന്ത് എന്ന് പറയുമ്പോൾ അപ്രോക്സ് 240 ഡേയ്സ് ആയിരിക്കും നമ്മുടെ മുന്നിലുണ്ടാവും അല്ലേ. അപ്പോൾ അതായത് നിങ്ങൾ ഈ ഒരു ദിവസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ജൂൺ 1-ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 8 മന്ത് കൊണ്ട് നിങ്ങൾക്ക് 240 ഡേയ്സ് ആണ് ലഭിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻറ്റു 24 എല്ലാ ദിവസവും 24 മണിക്കൂർ നമ്മൾ പഠിക്കുകയാണെങ്കിൽ 5760 മണിക്കൂറായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ഒരാൾക്ക് ഒരു മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ദിവസം 24 മണിക്കൂർ പഠിക്കാൻ കഴിയില്ല അല്ലേ. എന്നാൽ ഒരു ദിവസം 12 മണിക്കൂർ വരെ നിങ്ങൾക്ക് കൊണ്ട് പഠിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ളത്. 12 അവേഴ്സ് പെർ ഡേ നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചാൽ 2880 പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അവേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതായത് നിങ്ങൾ പെർ ഡേ 12 അവേഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രാക്ടിക്കലി നിങ്ങൾക്ക് ചെയ്യാവുന്ന സമയം തന്നെയാണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾ മറ്റൊരു കാര്യത്തിലും ഇൻവോൾവ് ആയിരിക്കരുത്. അതായത് ജോബിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സിൻ്റെ പാർട്ട് ടൈം ആയിട്ടോ അല്ല. നിങ്ങൾ ഫുൾ ടൈം ഗേറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്ന ആസ്പിറൻസ് ആണെങ്കിൽ പെർ ഡേ 12 അവേഴ്സിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ 12 അവേഴ്സ് പെർ ഡേ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 2880 അവേഴ്സ്, നിയർലി 3000 അവേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് അവേഴ്സ് ആയിട്ട് കിട്ടുകയാണ്. ഒരിക്കലും ഈ ഒരു അവേഴ്സ് നമുക്ക് ഒരിക്കലും കിട്ടില്ല അല്ലേ. 5760 ഒരിക്കലും നമുക്ക് കിട്ടില്ല. ബിക്കോസ് അതെന്താണ്, അത് ഞാൻ ജസ്റ്റ് ഇൻറ്റു 24 ചെയ്ത് കാണിച്ചു തന്നതാണ്. അത്രയും അവൈലബിൾ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എന്നാൽ ഈ 12 അവേഴ്സ് പെർ ഡേ നിങ്ങളെ കൊണ്ട് പോസിബിൾ ആണ്. എന്നാൽ എല്ലാവർക്കും ഈ 12 അവേഴ്സ് പോസിബിൾ ആയിരിക്കില്ല. കാരണം എന്തെങ്കിലും വർക്കിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി നമുക്ക് പഠിക്കാൻ പറ്റില്ല. സോ ആ സമയത്ത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് മീഡിയം എഫേർട്ട്. അതായത് പെർ ഡേ നിങ്ങളൊരു 8 അവേഴ്സ് സ്പെൻഡ് ചെയ്യുക. അങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറൗണ്ട് 1920 അവേഴ്സ് ആയിരിക്കും ലഭിക്കുന്നുണ്ടാവുക. ആൻഡ് ഫൈനലി ഏറ്റവും ലോ ആയിട്ടുള്ള കേസാണ് 5 അവേഴ്സ് മിനിമം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എല്ലാവർക്കും ഒന്നും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു 5 അവേഴ്സ് പെർ ഡേ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് 1200 അവേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക്. അതൊരു മിനിമം എഫേർട്ടാണ്. അപ്പോൾ അതിൽ മിനിമം എഫേർട്ട് എടുക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരു വലിയ റിസൾട്ടിലേക്കൊന്നും പോകാൻ കഴിയില്ല എന്നുള്ളത്
കൺഫേം ആണ് കേട്ടോ. ബിക്കോസ് ഈ എക്സാം എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് നല്ല ഡെപ്ത് ഉള്ള ഒരുപാട് ഡയമെൻഷൻസ് ഉള്ള ഒരു എക്സാമിനേഷൻ ആണ്. സോ മിനിമം എഫേർട്ട് എടുത്തത് കൊണ്ടൊന്നും നമുക്ക് ആ എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സ്കോർ വാങ്ങാം, ഒരു പക്ഷേ ഒരു NIT-യിലൊക്കെ അഡ്മിഷൻ എടുക്കാം. എന്നാൽ IITസിലും IISTസിലും PSUസിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രീം ആയിട്ടുള്ള എഫേർട്ട് തന്നെ എടുത്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ ഗേറ്റ് എക്സാമിനേഷന് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എത്രത്തോളം സമയം അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി ഞാൻ ഈ ഗേറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള കീ പോയിൻറ്റ്സുകളായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 4 പോയിൻറ്റുകളാണ്. ടൈം, ഫോക്കസ്, കോൺഫിഡൻസ് ആൻഡ് ഡ്രീം എന്നുള്ളതാണ്. നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് നോക്കാം. ടൈം എന്ന് പറയുന്നത്, ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ എക്സാമിനേഷനിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതായത് ഈ ടൈം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ പഠിക്കുന്ന സമയം എന്നല്ല, എക്സാമിനേഷനിൽ വരുന്ന ടൈം എന്ന് പറയുന്നത് 3 hours 65 questions ആണ്. ഇത് കാണുന്ന സമയത്ത് ഈ എക്സാമിനേഷനിൽ 3 hours 65 questions ആണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക, 100 marks ആയിരിക്കും വരുന്നുണ്ടാവുക. പെട്ടെന്ന് നോക്കുന്ന സമയത്ത് 3 hours 65, അപ്പോൾ 1 hour ഒരു 20 questions ഒക്കെ ചെയ്താൽ മതി എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും നമ്മൾ ഉണ്ടാവുക അല്ലേ. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഗേറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ്റെ ലെവൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹൈ ആയിരിക്കും അല്ലേ. അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. ഗേറ്റ് എക്സാം ഒരിക്കലും എന്താ പറയുക ഒരു ഈസി എക്സാമിനേഷൻ അല്ല, നന്നായിട്ട് ഡെപ്ത് ഉള്ള ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. സോ ഈ ടൈം മാനേജ്മെൻറ്റ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു എക്സാമിനേഷനാണ്. സോ 3 hours 65 questions വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. പക്ഷേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റുകളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഡെഫിനറ്റ്ലി ഈ ഒരു എക്സാം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാവുന്നതാണ്. സോ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോക്കസ് ആണ്. അതായത് ഈ എക്സാമിനേഷനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ധാരണയോട് കൂടിയായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് ഗേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റൊരു എക്സാമിനേഷനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. ഒരു പക്ഷേ IESഉം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഗേറ്റിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്ന മറ്റൊരു എക്സാമിനേഷനാണ് IES എക്സാമിനേഷൻ, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്. ഈ 2 എക്സാമിനേഷൻ അല്ലാതെ CGL പോലുള്ള എക്സാമുകൾ അല്ലെങ്കിൽ മറ്റു PSC എക്സാംസുകൾ അതിനൊന്നും നിങ്ങൾ മെനക്കെടരുത്. വൺസ് ഗേറ്റിനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, ഗേറ്റിനാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഗേറ്റ് എക്സാമിനേഷൻ തന്നെയാണ്. കാരണം ഇനിയുള്ള സമയങ്ങളിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി സിലബസിനെ കീറി മുറിച്ചുകൊണ്ട്, അതായത് പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും നോട്ട്സുകളും ഒക്കെ മേക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലേക്ക് നിങ്ങൾ പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗേറ്റ് എക്സാം എഫക്റ്റീവായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫോക്കസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ സംഭവിച്ചാൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഗേറ്റ് എക്സാമിന് പഠിച്ച് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ 2 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് നമ്മൾക്കൊണ്ട് കയ്യിൽ നമുക്ക് മറ്റെന്തെങ്കിലും എക്സാമിന് പഠിക്കാം. അപ്പോൾ കുറച്ച് സുഹൃത്തുക്കൾ പറയുന്നുണ്ടാവും നമുക്ക് PSCക്ക് പഠിക്കാം, നമുക്ക് ഇതിന് പഠിക്കാം എന്നൊക്കെ. അതൊരിക്കലും നിങ്ങൾ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളെ ട്രാക്ക് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ട്രാക്ക് ആയിരിക്കണം. സോ ആ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ലൊരു ഫോക്കസ് ഉണ്ടാവണം. അതിന് നിങ്ങൾക്ക് നല്ല ഡിറ്റർമിനേഷൻ ഉണ്ടായിട്ടേ മതിയുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. അതായത് ഞാനിപ്പോഴും ഗേറ്റ് എക്സാമിനെ കുറിച്ച് പറഞ്ഞ സമയത്തൊക്കെ ഞാൻ ജസ്റ്റ് എൻ്റെ വായിൽ നിന്ന് വന്നൊരു കാര്യമാണ് ദ ടഫസ്റ്റ് എക്സാമിനേഷൻ എന്നുള്ളത്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു എക്സാമിനേഷൻ്റെ ഒരു അവയർനെസ് വീഡിയോയിൽ ഈ എക്സാം ടഫ് എന്ന് വീണ്ടും ഞാൻ പറയുന്നത് നിങ്ങളെ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യാനല്ല ഞാനത് പറഞ്ഞിട്ടുള്ളത്. ഈ എക്സാമിൻ്റെ ലെവലും ഡെപ്തും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത്, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. എത്ര ഡെപ്തുള്ള എക്സാമിനേഷൻ ആണെങ്കിലും, എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണെങ്കിലും അത് ക്രാക്ക് ചെയ്തെടുക്കാമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുള്ളിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതൊരു പ്രശ്നമേ ആയിരിക്കില്ല. അതല്ല നമ്മൾ ചിന്തിക്കുകയാണ്, ഇതൊരു ഭീകരമായിട്ടുള്ള എക്സാമാണ്, നമ്മൾക്കൊണ്ട് കഴിയില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ ചിന്തിച്ച് ഈ എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ത് സംഭവിച്ചാലും 2025 ഫെബ്രുവരിയിൽ ഈ എക്സാം നടക്കുമ്പോൾ നമ്മൾ അതിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഉണ്ടാവും എന്നുള്ള കോൺഫിഡൻസോട് കൂടിയായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അതേപോലെ തന്നെ 4-മത്തേത് ഡ്രീമാണ്. ഈ ഡ്രീം ശരിക്കും ഫോക്കസുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് ഈ എക്സാമിനേഷന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഡിസ്ട്രാക്ഷൻസിനെ കുറിച്ച് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞു അല്ലേ.
ആ ഡിസ്ട്രാക്ഷനെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡ്രീം ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഗേറ്റ് എക്സാം ക്രാക്ക് ചെയ്തിട്ട് നിങ്ങൾ IITസിൽ അഡ്മിഷൻ എടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ പഠിക്കുന്നത് ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് കോളേജസിലായിക്കോട്ടെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങളുടെ ഡ്രീമായിട്ടുള്ള IITസിൽ IISTസിലൊക്കെ പഠിക്കുന്ന ആ ദിവസങ്ങൾ നിങ്ങൾ സ്വപ്നം കാണണം. സോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നിങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ നല്ല റാങ്ക് വാങ്ങുകയാണെങ്കിൽ ഏറ്റവും മികച്ച സാലറിയിൽ PSUസിൽ നിങ്ങൾ പ്ലേസ്ഡ് ആവുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡ്രീമിലേക്ക് വന്നോട്ടെ. അങ്ങനെ ഡ്രീം ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫോക്കസും ആ ഒരു ഡിറ്റർമിനേഷനും ആ ഒരു ഡെഡിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. സോ ആ 4 പോയിൻറ്റ്സുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ദെൻ അടുത്തത് എനിക്ക് പറയാനുള്ളത് ഈ എക്സാമിനേഷനെ കുറിച്ച്, ഈ എക്സാമിൻ്റെ സിലബസിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണം. ഏതൊരു എക്സാമിനേഷൻ്റെ സ്ട്രാറ്റജി പ്ലാൻ തയ്യാറാക്കുമ്പോഴും ആ എക്സാമിനേഷൻ്റെ സിലബസ് നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം. ഇതാണ് ഇലക്ട്രിക്കലിൻ്റെ സിലബസ്. നിങ്ങൾ മറ്റു ബ്രാഞ്ചസിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, മെക്കിലെ സിവിലൊക്കെ ഉള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെക്കാനിക്കൽ സിലബസ് ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. സിലബസ് എന്തായാലും അതിൻ്റെ വീഡിയോ നിങ്ങളുടെ കയ്യിൽ വേണം. സോ സിലബസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആണ് നമുക്ക് ആദ്യം വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുക. അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, ഇലക്ട്രിക് സർക്യൂട്ട്സ് വരുന്നുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നുണ്ട്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, ഇലക്ട്രിക്കൽ മെഷീൻസ്, പവർ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെഷർമെൻറ്റ്, അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ്. ഇത്രയും സബ്ജക്റ്റുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗേറ്റ് എക്സാമിനേഷന് വരുന്നത്. നിങ്ങൾക്കറിയാം ഈ സബ്ജക്റ്റുകളെല്ലാം എന്താണ്, പല പല സെമസ്റ്ററുകളിലുള്ള കോർ സബ്ജക്റ്റുകളാണ് അല്ലേ. നിങ്ങളൊരു പക്ഷേ 3rd സെമസ്റ്ററിലായിരിക്കും ഇലക്ട്രിക് സർക്യൂട്ട് പഠിച്ചിട്ടുണ്ടാവുക, 4th സെമസ്റ്ററിലും EMFT പഠിച്ചിട്ടുണ്ടാവും, അതേപോലെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം 5th സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും, മെഷീൻസ് നിങ്ങൾ 3rd-ലും 5th-ലും പഠിക്കുന്നുണ്ട്. ദെൻ 6th സെമസ്റ്ററിൽ നിങ്ങൾ പവർ സിസ്റ്റം പഠിച്ചിട്ടുണ്ടാവും, കൺട്രോൾ സിസ്റ്റം പഠിച്ചിട്ടുണ്ടാവും. ദെൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെൻറ്റ് 3rd സെമസ്റ്ററിൽ 4th സെമസ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അനലോഗ് ആൻഡ് ഡിജിറ്റൽ, അതേപോലെ പവർ ഇലക്ട്രോണിക്സ് ഒക്കെ നിങ്ങൾ ആ ഒരു 4 വർഷത്തിനിടയിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച കോർ സബ്ജക്റ്റുകൾ തന്നെയാണ്. സോ കോർ സബ്ജക്റ്റുകൾ തന്നെയാണ് ഗേറ്റ് എക്സാമിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഇൻ ഡെപ്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കണം. സോ ഇനി എങ്ങനെ പ്ലാൻ തയ്യാറാക്കുന്നു ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇന്ന മാസം ഇന്ന സബ്ജക്റ്റ് എന്നുള്ള രീതിയിലൊരു പ്ലാൻ തയ്യാറാക്കണം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അതൊരിക്കലും എന്തല്ല, അത് എല്ലാവർക്കും ഒരുപോലെ ആ രീതിയിൽ അക്സെപ്റ്റബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഈ 6 മാസങ്ങളെ നിങ്ങൾ കൃത്യമായിട്ട് വീക്ക് വൈസ് ആയിട്ട് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യുക. അതായത് 6 മാസം എന്ന് പറയുമ്പോൾ ഓരോ മാസവും നിങ്ങൾക്ക് 4 ആഴ്ചകൾ വീതം വരുന്നുണ്ട് അല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 24 വീക്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, 24 വീക്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഈ 24 വീക്സിനുള്ളിൽ നിങ്ങൾ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, കവർ ചെയ്യാനുണ്ട്. എത്ര ടോപ്പിക്കുകൾ വരുന്നുണ്ട്, 10 ടോപ്പിക്കുകൾ. 10ഉം ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് കൂട്ടുകയാണെങ്കിൽ 11 ടോപ്പിക്കുകൾ എന്ത് ചെയ്യാനുണ്ട്, കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ, അതായത് ഒരു സെക്ഷൻ കവർ ചെയ്യാൻ അറൗണ്ട് 2 വീക്സ് വരെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. ഒരു 2 വീക്സ് വരെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ എടുക്കാൻ പാടുള്ളൂ. ഒരു 2 വീക്സ് ആണ് ഓരോ ടോപ്പിക്കും കവർ ചെയ്യാൻ നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ. അത്രേ സമയമുള്ളൂ കേട്ടോ. കുറച്ചുകൂടി നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ, ഫെബ്രുവരിയിലെ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സമയമൊക്കെ ഉണ്ടാവുമായിരുന്നു. 3 വീക്കും 4 വീക്കൊക്കെ നമുക്ക് എടുക്കാമായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി 1 ഇയർ റോഡ് മാപ്പ് ഒക്കെ ഈ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല, കഴിഞ്ഞു പോയതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട. വരാനിരിക്കുന്ന ഞാൻ പറയുന്നത്, ഓരോ സബ്ജക്റ്റ് പഠിക്കാൻ നമ്മുടെ മുന്നിൽ 2 വീക്സിൻ്റെ അടുത്ത് സമയം നമുക്ക് ലഭിക്കുന്നുണ്ട്. ചില സബ്ജക്റ്റിൽ കുറച്ചുകൂടി കൂടുതൽ സമയം എടുക്കേണ്ടി വരും. അതായത് കൂടുതൽ ഡെപ്തിൽ കാൽക്കുലേഷൻസ് ഒക്കെ വരുന്ന സബ്ജക്റ്റുകളുണ്ട്. എസ്പെഷ്യലി കൺട്രോൾ സിസ്റ്റം ആണെങ്കിലും ഇലക്ട്രിക് സർക്യൂട്ട് ആണെങ്കിലും കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ പവർ സിസ്റ്റം ആണെങ്കിലൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ ആ രീതിയിൽ കൂടുതൽ സമയം എടുത്തിട്ട് നിങ്ങൾക്ക് ആ സബ്ജക്റ്റുകൾ പഠിക്കേണ്ടതായിട്ട് വരും. സോ ആ രീതിയിൽ പഠിക്കാം. അപ്പോൾ ആ രീതിയിൽ പ്ലാൻ ചെയ്യുക. പിന്നെ ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു സ്ട്രാറ്റജി പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ ഈ 2 വീക്സിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നുള്ളത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വെച്ചിട്ട് തുടങ്ങുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. സോ ആ രീതിയിൽ ഓരോ സബ്ജക്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. ആൻഡ് ദെൻ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞു തരുന്നത്, നിങ്ങളതൊരു സിംഗിൾ സ്ട്രെച്ചിൽ ഒരു 2 വീക്സ് എടുത്തിട്ട് പഠിക്കേണ്ട സബ്ജക്റ്റ് അല്ല ജനറൽ ആപ്റ്റിറ്റ്യൂഡ്. നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും കുറച്ച് സമയം ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടി മാറ്റി വെക്കുക. ഉദാഹരണത്തിന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൂർ എന്ത് ചെയ്യുക, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. സോ ആ രീതിയിൽ നിങ്ങൾ ഞാൻ ഉച്ചയ്ക്ക് സമയം എടുക്കാൻ പറയാൻ കാരണം, ഈ ഉച്ച സമയത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഉറക്കം വരാനൊക്കെ സാധ്യതയുണ്ട്. സോ ആ സമയത്ത് വർക്കൗട്ട് ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, അത് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യില്ല. സോ ആ രീതിയിൽ നിങ്ങൾ ടൈം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യേണ്ടത് ഈ
ഒരു കാര്യത്തിന് വേണ്ടിയാണ്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ പ്ലാൻ കൃത്യമായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി എനിക്ക് നിങ്ങളടുത്ത് സജസ്റ്റ് ചെയ്യാനുള്ളത്, ഈ ഒരു ഗേറ്റ് എക്സാമിനേഷന് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസോട് കൂടി തന്നെ പഠിക്കണം. അത് കമ്പൽസറിയാണ്. ഒരു കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഇല്ലാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് ലെവലിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഒക്കെ കാര്യത്തിൽ സംശയങ്ങളായിരിക്കും. സോ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സജസ്റ്റ് ചെയ്യുന്നത് എൻട്രി എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതെന്ന് നോക്കുക. എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നത് 650+ അവേഴ്സിൻ്റെ വീഡിയോ ലെക്ചേഴ്സാണ്. എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ വീഡിയോസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഡെപ്തിൽ പഠിക്കാനുള്ളത് കൊണ്ടാണ്. ഈ സബ്ജക്റ്റ് നമുക്ക് വളരെ ഡെപ്തിൽ പഠിക്കാനുള്ളത് കൊണ്ടാണ് 650+ അവേഴ്സിൻ്റെ വീഡിയോ ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകർ എന്ന് പറയുന്നത് ഹൈദരാബാദിൽ എയ്സിലൊക്കെ ഉള്ള, ഹൈദരാബാദ് പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരുപാട്, ഹൈദരാബാദാണ് ഈ ഗേറ്റ് എക്സാമുകളുടെ ഒരു സെൻറ്റർ എന്ന് പറയുന്നത് അല്ലേ. ഹൈദരാബാദിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഏറ്റവും മികച്ച അധ്യാപകർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എൻട്രിയിലും ക്ലാസ്സുകൾ എടുക്കാൻ വരുന്നത്, റെക്കോർഡഡ് ക്ലാസ്സുകളിൽ വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റഡി കാർഡ്സും നോട്ട്സും ലഭിക്കുന്നുണ്ട്. എക്സാംസ് ഇൻ സെയിം എക്സാം ഇൻ്റർഫേസ് ആസ് ഗേറ്റ് എന്നുള്ളതാണ്. ഗേറ്റിൻ്റെ എക്സാം ഇൻ്റർഫേസിന് പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് പല പല ടാഗുകൾ കൊടുക്കാം. ഗ്രീൻ കളർ കൊടുക്കാം, റെഡ് കളർ ഉണ്ടാവും, അതേപോലെ തന്നെ ബ്ലൂ കളർ ഉണ്ടാവും. അങ്ങനെ പല ടാഗൊക്കെ കൊടുത്തിട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അതായത് നമുക്ക് പിന്നീട് റെഫറൻസ് എടുക്കണമെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ കളർ നോക്കിയാൽ മതി. ഇപ്പോൾ വയലറ്റ് കളർ കൊടുത്ത് എന്തിനാന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അത് ക്വസ്റ്റ്യൻ വേഗം പോയി ഇങ്ങനെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിൽ ഒരു ഹറിബറിയൊക്കെ ഒഴിവാക്കാൻ അതേ എക്സാം ഇൻ്റർഫേസ് തന്നെയാണ് എൻട്രി നിങ്ങൾക്ക് ഗേറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ 10,000+ ക്വസ്റ്റ്യൻസുകളാണ് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുക. ലൈവ് ഇൻ്ററാക്റ്റീവ് ക്ലാസ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എൻട്രിയുടെ ഗോൾഡ് ബാച്ചിൻ്റെ ഒരു പ്രത്യേകത ആണ്, റെക്കോർഡ് ക്ലാസ് മാത്രമല്ല നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ ലൈവ് ക്ലിയറൻസ്, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് എൻട്രിയുടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഗോൾഡ് ബാച്ചിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ നമ്മുടെ ഗോൾഡ് ബാച്ച് നമ്മൾ June 1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗേറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബാലികേറ മലയല്ല. കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ നല്ല വിജയം കരസ്ഥമാക്കാൻ പറ്റിയ, നല്ലൊരു പൊസിഷനിലേക്ക്, നിങ്ങൾ ഡ്രീം ചെയ്യുന്ന വലിയൊരു പൊസിഷനിലേക്ക് പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഗേറ്റ് എക്സാം. അപ്പോൾ എല്ലാവരും ഈ ഗേറ്റ് എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല വിജയം കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.